കരുളായി ഗ്രാമപഞ്ചായത്തിലെ കായിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകിക്കൊണ്ട് 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി രജിസ്റ്റർ ചെയ്ത ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണം നടന്നു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ കണ്ടങ്ങാപുരത്ത് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 25-26 വാർഷിക പദ്ധതിയിൽ യുവജന ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്യുന്ന ഒരു വേദിയിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ഈ കായികം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യവാനാക്കുകയും അതോടൊപ്പം തന്നെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു പ്രവൃത്തി കൂടിയാണ്. യുവജനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു സ്പോർട്സ് കിറ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 1 ലക്ഷം രൂപ വകയിരുത്തിയാണ് രജിസ്റ്റർ ചെയ്ത ക്ലബ്ബുകൾക്ക് ആവശ്യമായ കായിക ഉപകരണങ്ങൾ പഞ്ചായത്ത് ലഭ്യമാക്കിയത്. ക്രിക്കറ്റ് ബാറ്റ്, ബോള്, ഫുട്ബോൾ, ഷട്ടിൽ ബാറ്റ്, വോളിബോൾ, നെറ്റ് തുടങ്ങിയവയാണ് കിറ്റിലെ പ്രധാന ഇനങ്ങൾ. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉസ്മാൻ ഇ കെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാസ്റ്റർ എല്ലാം ഇവിടെ പ്രതിപാദിച്ചു. കാര്യത്തിന്റെ കാതലായ വശങ്ങളൊക്കെ മൂപ്പരിവിടെ വിവരിച്ചു. അപ്പൊ ക്ലബ്ബുകൾക്ക് നമ്മളൊരു പഞ്ചായത്തിലെ യുവാക്കളുടെ കായിക അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രാദേശിക ക്ലബ്ബുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനുമാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പഞ്ചായത്തിലെ പ്രമുഖരായ 18 ക്ലബ്ബുകൾക്കാണ് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തത്. ഉദയ ചെട്ടി, അൽ സൗദി പള്ളിക്കുന്ന്, വിവ വാസുപടി, വിവ വിക്ടറി മൈലംപാറ, 7 സ്റ്റാർ കരിന്താർ, യുവ ബ്രദേഴ്സ് കുളവട്ടം, FTC കരുളായി, വാസ്കോ, നാട്ടുകൂട്ടം തെക്കേമുണ്ട, റൂബിക്കോൺ ചെറുപുഴ, ന്യൂ വെൽഡൻ, G സ്റ്റാർ മൈലംപാറ, യാസ് കാരക്കുളം, നവചൈതന്യ, സുറാനസ് കണ്ടിക്കൽ, ആസ്പിർ പിലാക്കോട്ടുപാടം, യുനെസ്കോ പിലാക്കോട്ടുപാടം, യുവസ്റ്റാർ മുക്കം എന്നീ ക്ലബ്ബുകൾക്ക് ചടങ്ങിൽ വെച്ച് കിറ്റുകൾ കൈമാറി. വിവിധ ക്ലബ്ബുകളുടെ സാരഥികൾക്കും ഇത് ഒരു താവഴിയായി തുടർന്നു വരുന്ന ഒരു ചടങ്ങ് മാത്രമായിരിക്കും. എങ്കിലും ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങൾ ഒരു ഇംപ്ലിമെന്റിംഗ് ഓഫീസർ എന്ന നിലക്ക് പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി ഹ്രസ്വമായ ഒരു ചടങ്ങിലൂടെ തന്നെ ഇത് നയിക്കേണ്ടതും നിർവഹിക്കേണ്ടതും കരുളായി പോലുള്ള ഗ്രാമപഞ്ചായത്തിന്റെ ആവശ്യമായ ഒരു ഘടകങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആദ്യമേ എല്ലാ പദ്ധതികളെയും ചടങ്ങിൽ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ അസൈനാർ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ PP ഖദീജ, മെമ്പർമാരായ CP മുഹമ്മദ് കുട്ടി, സലീം മുണ്ടോടൻ, വിപിൻ കരുവാടൻ, ഷുഹൈബ് മൈലംപാറ, NK രഹ്ന, M സാജിദ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ചടങ്ങിന് ലിജോ നന്ദി പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, ഭരണസമിതി അംഗങ്ങളെ, ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിയ ക്ലബ്ബ് ഭാരവാഹികളെ, ഈ പദ്ധതിയുടെ നിർവഹണ ഉദ്യോഗസ്ഥൻ അസൈനാർ മാഷ്, കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ 18 ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണം നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള കേരളോത്സവത്തിന്റെ ആലോചനയുടെ തുടക്കമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിച്ച ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ്, ഉദ്ഘാടനം ചെയ്ത പ്രസിഡന്റ് അടക്കം ഉള്ള എല്ലാ ഭരണസമിതി അംഗങ്ങൾക്കും നിർവഹണ ഉദ്യോഗസ്ഥനായ അസൈനന്മാർക്കും ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ ക്ലബ്ബ് ഭാരവാഹികൾക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിയുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി യോഗം അവസാനിച്ചതായിട്ട് അറിയിക്കുകയാണ്. കേരളായി പഞ്ചായത്തിലെ യുവജന ക്ഷേമം മുൻനിർത്തിക്കൊണ്ടുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ സ്പോർട്സ് കിറ്റ് വിതരണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. വളരെ നല്ല സ്പോർട്സ് സാധനങ്ങൾ വാങ്ങുന്നതിനും അതിൽ പഞ്ചായത്ത് അനുവദിച്ച മുഴുവൻ തുകയും ചെലവാക്കിക്കൊണ്ട് ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങി വിതരണം ചെയ്യുന്നതിന് വേണ്ട ഒരു നടത്തിപ്പാണ് ഇവിടുത്തെ പർച്ചേസ് കമ്മിറ്റിയും അതിൻ്റെ അധികാരികളും നമ്മളോട് സഹകരിച്ചിട്ടുള്ളത്. നല്ല രീതിയിലുള്ള സാധനങ്ങളാണ് ഈ വർഷം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളയിലെ സ്പോർട്സിൻ്റെ
ഉന്നമനത്തിന് വേണ്ടി എല്ലാ ക്ലബ്ബ് അംഗങ്ങളും പ്രവർത്തിക്കണമെന്ന് അറിയിക്കുകയാണ്. കരുളായിലെ കലാ കായിക മേഖലകളിലെ പുത്തൻ ഉണർവ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കരുളായി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കരുളായിലെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ ക്ലബ്ബുകൾക്കും നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള കായിക ഉപകരണങ്ങൾ ഈ ഭരണസമിതിക്ക് വിതരണം ചെയ്യാനായി അതിന് എല്ലാ നന്ദിയും കടപ്പാടും ക്ലബിന്റെ പേരിൽ അറിയിക്കണം. അതുപോലെ തന്നെ ഇനിയും കരുളായിലെ ക്ലബിനെയും അതേപോലെ തന്നെ യുവജന സംഘടനകളെയും കലാ കായിക രംഗങ്ങളെയും പ്രോത്സാഹിപ്പിക്കാൻ ഭരണസമിതിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ ഇനി ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഭരണസമിതിക്ക് എല്ലാവിധ നന്ദി അറിയിക്കുന്നു. KL 71 ന്യൂസ് കരുളായി.